ഹായ് കൂട്ടുകാരെ, എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത എൻ്റെ അടിയിനത്തെ ഉണ്ടായ പൂക്കളെക്കുറിച്ചും അത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്നും അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതെനിക്ക് ഇവിടെ ഉണ്ടായ തൈകളിൽ നിന്ന് 2 വർഷം പ്രായമായ ഒരു ചെടിയാണ്. ഈ ചെടിയെ ഞാനൊരു പരീക്ഷണാർത്ഥം ഗ്രാഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് പിടിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. കാരണം ഇത് ചെയ്തുള്ളൊരു പ്രവൃത്തി പരിചയമൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് പിടിച്ചു കിട്ടിയാൽ നന്നായിരിക്കും എന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. പക്ഷേ അത് നല്ലതായിട്ട് നല്ല രീതിയിൽ അത് വളർന്നു വന്നു. അത് ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു കുറച്ച് നാൾ, അതായത് 1.5 മാസമായപ്പോഴത്തേക്ക് നല്ലതായിട്ട് ചെറുതായിട്ട് ശിഖരങ്ങളൊക്കെ വരാൻ തുടങ്ങി. ആ സമയം തന്നെ ഞാൻ നല്ലൊരു പോട്ടിംഗ് മിക്സർ തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഇത് നട്ടു കൊടുത്തു. ഈ പോട്ടിംഗ് മിക്സറിൻ്റെ അകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 100% ചരലോട് കൂടിയ മണലും പിന്നെ അല്പ ചാണകപ്പൊടിയും കുറച്ച് കരിയില കമ്പോസ്റ്റും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിത് ദിവസവും വെള്ളം കൊടുക്കുകയും ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് ഇത് മാറ്റി വയ്ക്കുകയും ചെയ്തു. ഇവിടെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന ചെടികൾ 2 സൈസിലെയാണ്. ഇത് രണ്ടും ഇതിൽ നിന്ന് നല്ലതായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരുന്നതായിട്ട് കാണാൻ കഴിയും. പിന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിറയെ മുട്ടുകളുണ്ടായി. നിറയെന്ന് പറഞ്ഞാൽ എണ്ണി തീർക്കാൻ വയ്യാത്ത പോലെ മുട്ടുകളാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഉണ്ടാകുന്ന ഒരു അടീനത്തിൽ നിന്നും ഇത്രയധികം പൂക്കളുണ്ടാകുന്ന ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ഇതിനകത്ത് മുട്ടുകൾ ഉണ്ടാകാനായിട്ട് കാണാൻ കഴിഞ്ഞു. എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ചെറിയ ഇലകൾ വന്നപ്പോൾ ഉടനെ തന്നെ ഞാൻ നല്ലൊരു പോട്ടിംഗ് മിക്സർ തയ്യാറാക്കി നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും ശിഖരങ്ങളും ഇത്രയും പൂക്കളും ഇതിൽ ഉണ്ടായതെന്ന് മനസ്സിലാവുന്നു. അതായത് അത് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് തന്നെയാണ് വളർന്നു വന്നത്. ഇതിനോടൊപ്പം തന്നെ 2 വർഷം പ്രായമായ 3-4 അഡീനിയം പ്ലാന്റുകൾ തന്നെ ഞാൻ ഇതുപോലെ ഈ പ്ലാന്റുകൾ തന്നെ വേറെ വെറൈറ്റി പ്ലാന്റുകളും ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു. ആ ചെടികളിലും ഇതേ രീതികളിൽ തന്നെയാണ് വളർന്നു വന്നതും ഇതേ കാര്യങ്ങൾ തന്നെ ഞാൻ ചെയ്യുകയും ചെയ്തു. അതിലും നിറയെ പൂക്കളും മുട്ടുകളും ഉണ്ടാകാനായിട്ട് ഇടയായി. അങ്ങനെ അഡീനിയം പ്ലാന്റിൽ ഈസി ആയിട്ട് ഗ്രാഫ്റ്റിംഗ് ചെയ്യാമെന്നുള്ളൊരു രീതി ഞാനും പഠിച്ചു കേട്ടോ. ഇത് നമുക്ക് ആർക്കും ചെയ്യാനുള്ളതേ ഉള്ളൂ. അതിന് ഒത്തിരി സമയങ്ങളോ അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളോ ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഈസിയായിട്ട് നമ്മളത് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെ പല കളറ് ഗ്രാഫ്റ്റ് ചെയ്ത ഒരു പ്ലാന്റ്, അഡീനിയം പ്ലാന്റ് നമ്മളൊരു നഴ്സറി ചെന്ന് വാങ്ങിക്കുമ്പോൾ നല്ല രൂപ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അഡീനിയം പ്ലാന്റിൽ 3, 4 അല്ലെങ്കിൽ അതിലധികമോ കളറ് വെച്ച് ചെയ്യുന്ന ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ അവർ ചോദിക്കുന്ന റേറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത്രയ്ക്ക് റേറ്റുണ്ട് ഈ പ്ലാന്റിന്. അപ്പോൾ നമുക്കിങ്ങനെയൊരു സംഭവം അറിയാമെങ്കിൽ അല്ലെങ്കിൽ നമ്മളതൊന്ന് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നല്ല പല കളറിലുള്ള പൂക്കൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്വയമേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അഡീനിയത്തിൻ്റെ സാധാ ഒരു പ്ലാന്റ് ആണെങ്കിൽ 250 രൂപ മുതൽ നമുക്ക് ഒരുവിധം നല്ല പ്ലാന്റുകൾ നമുക്ക് കിട്ടും. പിന്നെ അതിന് മുകളിലോട്ടാണ് പിന്നെ റേറ്റുകൾ വരുന്നത്. അപ്പോൾ ഒരു 3-4 പ്ലാന്റ് നമുക്കുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ കൈവശങ്ങൾ ഇങ്ങനെ ചെടികളുണ്ടെങ്കിൽ ആദ്യമേ ഒരു ശിഖരത്തിൽ ഒന്ന് വെച്ച് നോക്കുക. അത് സക്സസ് ആകുന്നുണ്ടോ എങ്കിൽ പിന്നീട് മറ്റുള്ളത് ഇതൊക്കെ ചെയ്തു തുടങ്ങുക. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. എന്തായാലും ഞാൻ ചെയ്ത 3 ചെടികളെ ഞാൻ ആദ്യമേ അങ്ങ് പരീക്ഷിച്ചു. എനിക്ക് ധാരാളം അടീനിയം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്തതാണ്. അപ്പോൾ അത് ഒന്നും നഷ്ടപ്പെടാതെ എല്ലാം തന്നെ നല്ല സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്തു നോക്കുക. ഇത് വിരിയുമ്പോൾ എന്ത് രസമാണെന്നറിയോ? നമ്മൾ സാധാ ഉണ്ടാകുന്ന പൂക്കളെയും കാട്ടിലും വലിയ വലിയ പൂക്കളാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ചെടികളിൽ ഉണ്ടാകുന്നത്. അതുതന്നെയല്ല, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളിൽ അതൊരു പ്രായോഗികത്തിൽ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതൊരു ഫലപ്രാപ്തിയിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ പൂക്കൾ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാകും.
എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നതായിരിക്കും. കാരണം ഞാൻ ആദ്യം ഇത് ചെയ്യാഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം റെഡിയായി കിട്ടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഒരു പക്ഷേങ്കിൽ അത് റെഡിയായില്ല എങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾ കാണിക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ എനിക്കത് ഏറ്റവും പ്രായോഗികമായി തോന്നിയൊരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ആഗ്രഹം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഏത് സാധാരണക്കാർക്കും ആർക്കും ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ഗ്രാഫ്റ്റിംഗ് എന്നുള്ളത് നിങ്ങളിൽ നിന്ന് എത്തിച്ചെന്നേ ഉള്ളൂ. അത് എന്നെയും കൊണ്ട് സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ഓരോരുത്തരെയും കൊണ്ട് അത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നല്ല അഡീനിയം പ്ലാന്റുകൾ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യുവാണെങ്കിൽ വളരെ കാലം ഒത്തിരി പൂക്കൾ നമുക്ക് കാണുവാനും ആസ്വദിക്കുവാനും കഴിയും. അതുതന്നെയല്ല, നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യം മറ്റുള്ളവരെ കാണിക്കുമ്പോഴല്ലേ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒത്തിരി സന്തോഷമല്ലേ നമുക്ക്. അത് പറയാനായിട്ട് നമുക്ക് ഒത്തിരി വാക്കുകളുണ്ടാവും. പലരുടെ കയ്യിലും അഡീനിയം പ്ലാന്റ് ഉണ്ട്. പക്ഷെങ്കിൽ ഈ പ്ലാന്റ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ആ ചെടിയിൽ പൂക്കൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അത് ശോഷിച്ചാണ് നിൽക്കുന്നത്, നല്ല ഇതായിട്ട് വരുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷെങ്കിൽ കൃത്യമായിട്ടുള്ള വെയിലും നല്ല രീതിയിലുള്ള വെള്ളവും ഒക്കെ അതിന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്ലാന്റ് നല്ലൊരു പ്ലാന്റായിട്ട് വളരും. ചാണകപ്പൊടിയൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം. നമ്മളൊരു പ്ലാന്റ് വെറുതെ അങ്ങ് കൊണ്ട് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് എന്നും അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിനൊരു നല്ല പുഷ്ടി ഉണ്ടാകത്തില്ല, നല്ല രീതിയിൽ അതിന് ഫ്ലവർ ഉണ്ടാകാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ അതിന് കൊടുക്കുന്ന നല്ല കെയറിങ് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ പ്ലാന്റുകൾ വളർന്നു വരും. നല്ല കെയറിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിനെ സംരക്ഷിക്കണം എന്നല്ല പറഞ്ഞത്, കൃത്യമായ രീതിയിലുള്ള വെള്ളവും വളവും കൊടുക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ള വിശേഷങ്ങൾ. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.